എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ബൊറൂട്ടോയും കവാക്കിയും ഷിക്കഡ ടീമും അവരെല്ലാവരും ഒരു ഭാഗത്ത് അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ കവാക്കിയും ബൊറൂട്ടോ ആണെങ്കിൽ ടെൻഷനായി ദൂരത്തായിട്ട് ഒരു സെൻസറി ടൈപ്പ് നിഞ്ചയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഷിക്കഡയാണെങ്കിൽ അവരോട് പറയും, നിങ്ങളിങ്ങനെ ടെൻഷനായിട്ട് യാതൊരു കാര്യവുമില്ല. ആ വില്ലൻ കോഡ് ലക്ഷ്യം നിങ്ങളാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചാൽ ഹൊക്കാഗെയും ബാക്കിയുള്ള ആൾക്കാരെ അറിയിക്കാനാണ് ആ ഒരു സെക്യൂരിറ്റി. ഊണിലും ഉറക്കത്തിലും നിങ്ങളെ ഫോളോ ചെയ്യണേ. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കണ്ട് കൺട്രോൾ പോവും. ഞങ്ങൾക്കിപ്പോ യാതൊരു പ്രൈവസിയും ഇല്ല. ഒരു കാര്യം പോലും നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. എവിടെ നോക്കിയാലും ഈ ഒരു സെക്യൂരിറ്റി ആണെന്ന് പറഞ്ഞ് അവനങ്ങനെ ടെൻഷനാവും. അതേസമയം കൊവാക്കി അവന്റെ കയ്യിലേക്ക് നോക്കി എന്റെ കർമ്മ പവറിനെ കുറിച്ച് തന്നെ അങ്ങനെ ആലോചിച്ച് നിൽക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഷിക്കമരു ആളാണെങ്കിൽ ഇപ്പൊ സെൻസറി ടൈപ്പ് നിഞ്ചയെ അവനെ കോണ്ടാക്ട് ചെയ്ത് അവനോട് തീർത്ത് പറയും, കാരണവശാലും കൊവാക്കിയുടെയും ബൊറൂട്ടോയുടെ അടുത്ത് നിന്ന് നിങ്ങൾ മാറാനായിട്ട് പാടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ എനിക്ക് ഇൻഫർമേഷൻ കൈമാറണമെന്ന് പറയും. ഷിക്കമരു ആണെങ്കിൽ അത്രയും പറഞ്ഞ് ആ കോൾ കട്ട് ചെയ്ത് തിരിഞ്ഞങ്ങനെ ഡോക്ടർ ആമഡോയെ നോക്കും. എനിക്ക് എന്റെ പിന്നിൽ വന്ന് പറയുന്ന കാര്യങ്ങൾ ഒളിഞ്ഞു കേൾക്കുന്നത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അതിന് ഡോക്ടർ ആമഡോ ആണെങ്കിൽ സോറി പറയും. ഐ സോറി, സത്യത്തിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒളിഞ്ഞിരുന്ന് കേൾക്കായിരുന്നില്ല. കോൾ ചെയ്യുന്ന നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കരുതി ഞാൻ മാറി നിന്നതാണ്. സത്യത്തിൽ ഞാൻ കാരണം കൂടെയാണ് ഇത്രയും പ്രശ്നം ഇവിടെ ഉണ്ടായത്. കോഡിന് ഒരു കാരണവശാലും നിങ്ങൾ വില കുറച്ച് കാണരുത്. അവന്റെ പവർ എന്താണെന്ന് എത്രത്തോളം ഉണ്ടെന്നും അറിയാവുന്ന ഏക ആള് അത് ഞാനാണെന്ന് പറയും. അതിന് ഷിക്കമരു പറയും, നീ സോറി ഒന്നും പറയേണ്ട ആവശ്യമില്ല. കോഡിനെ കുറിച്ച് പല കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് സഹായമായിട്ട് നീ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായാലും ആ കോഡിനെ തോൽപ്പിക്കാൻ പറ്റും. കൊവാക്കിയുടെ ചേഞ്ചാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. സത്യത്തിൽ ഞാൻ ഇവിടേക്ക് വരുമെന്നോ ലീഫ് വില്ലേജിന്റെ ഒരു മെമ്പറായി മാറുമെന്നോ കരുതിയതല്ല. കൊവാക്കിക്ക് ഇപ്പം മുതലേ ആരുടെയും സ്നേഹം കിട്ടിയിട്ടില്ല. അച്ഛന്റെയും അമ്മയുടെയും ഒന്നും സ്നേഹം കിട്ടാതെ ക്രൂരതകൾക്കിടയിൽ മാത്രമാണ് അവൻ വളർന്നു വന്നത്. ഇപ്പൊ അവന് ആ സൗഭാഗ്യങ്ങളും ഒന്നിച്ചു കിട്ടിയിരിക്കുകയാണ്. ഒരച്ഛനെയും അമ്മയെയും ബ്രദറിനെയും സിസ്റ്ററിനെയും അങ്ങനെ എല്ലാവരെയും അവന് കിട്ടി. അവന്റെ ലൈഫ് കളർഫുള്ളായി. കൊവാക്കിക്ക് ഇപ്പൊ നറൂട്ടോ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആൾ എവിടെ വരെ വേണമെങ്കിലും പോവും. അതുപോലെ തന്നെയാണ് കോഡും. കോഡ് അവന്റെ ഗോഡ് ഫാദർ ആയിട്ടുള്ള എസിസിക്ക് ആളെ പ്രൊട്ടക്ട് ചെയ്യാനും ആളുടെ ആ ഒരു ആഗ്രഹം നിറവേറ്റാനും എവിടെ വരെ വേണമെങ്കിലും പോകും. അവന്റെ പവർ എന്താണെന്ന് സത്യത്തിൽ എനിക്കും ക്ലിയർ ആയിട്ട് അറിയില്ല. കാരണം അതിന് ലിമിറ്റ് വെച്ചിരിക്കുകയാണ്. ഷിക്കമരുവിനാണെങ്കിൽ അവൻ പറയുന്നൊക്കെ കേട്ട് ഭയങ്കര അത്ഭുതം. ഒരു സയന്റിസ്റ്റ് ആദ്യമായിട്ടാണ് ഇപ്രകാരം ഇമോഷണലി സംസാരിക്കുന്നത് അവൻ കേൾക്കുക. കട്ട് ചെയ്ത നൈറ്റ് കൊവാക്കിയാണെങ്കിൽ ഇപ്പൊ ഹീമാവരുടെ അടുത്തേക്ക് വരും. അവളാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. അവൻ ശബ്ദം ഉണ്ടാക്കാതെ കുറച്ച് ബുക്സൊക്കെ എടുത്ത് സ്റ്റെയർ ഇറങ്ങുകയാണ്. കൊവാക്കിയാണെങ്കിൽ താഴെ എത്തുമ്പോൾ അവിടെ നറൂട്ടോയും ഹിനട്ടയും ബൊറൂട്ടോയും അവർ 3 പേരും TV കാണുകയാണ്. അവരാണെങ്കിൽ നീ എവിടെ പോകുന്നു ചോദിക്കും. കൊവാക്കി ആ ബുക്സ് കാണിച്ചു കൊടുക്കും. ഇത് കുറച്ച് പഴയ ബുക്സാണ്, ഇത് ഞാൻ കളയാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ പതിയെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അവൻ അങ്ങനെ മുൻപോട്ടേക്ക് നടന്നു വരുമ്പോൾ അവൻ കാണും ദൂരത്തായിട്ട് മുകളിൽ ആ ഒരു സെക്യൂരിറ്റി നിഞ്ച. അവനാണെങ്കിൽ ഇപ്പോ കൊവാക്കി പുറത്തേക്ക് വരുന്നതും അവന്റെ കയ്യിലെ ബുക്സിന്റെ കാര്യങ്ങളും അതെല്ലാം ഷിക്കമരുവിനെ അറിയിച്ചു കൊണ്ടേയിരിക്കും. കൊവാക്കിയാണെങ്കിൽ ആ ബുക്സ് ഒരു സൈഡിൽ വെച്ച് അടുത്തുണ്ടായിരുന്ന കാടിലേക്ക് എടുത്തു ചാടുകയാണ്. അല്പസമയം കഴിഞ്ഞ് അവൻ പുറത്തേക്ക് വരും. അതിനുശേഷം സ്ട്രെയിറ്റ് ആയിട്ട് അവൻ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ നീ എവിടെ പോയെന്ന് ചോദിക്കും. അതിനവൻ മറുപടി പറയാതെ മുകളിലേക്ക് പോകും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ ഒരു കുറ്റിക്കാട് കാണിക്കും. അവിടെയാണെങ്കിൽ ചെടികളെല്ലാം ഇളകുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ പിന്നാലെ വന്ന് ഇപ്പൊ ഡോർ നോക്ക് ചെയ്യും. പക്ഷെ അവൻ ഡോർ തുറക്കില്ല. അപ്പോഴായിരിക്കും ബൊറൂട്ടോയ്ക്ക് പുറത്ത് ആരോ ഉണ്ടെന്ന് മനസ്സിലാവുക. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ആ കുറ്റിക്കാട് കാണിക്കും. അവിടെയാണ് യഥാർത്ഥ കൊവാക്കി. അവന്റെ ഒരു ക്ലൗൺ മാത്രമാണ് ഇപ്പോ വീട്ടിലേക്ക് വന്നത്. കൊവാക്കി ആണെങ്കിൽ അവന്റെ നിഞ്ച പവർ അത് സെൻസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്യും. ഇതാ മറ്റൊരു ഭാഗത്ത് ആ ചുന്ദരിപ്പെണ്ണാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം അവളുടെ അകക്കണ്ണിലൂടെ കാണുകയാണ്. അവളുടെ മടിയിലിരുന്ന് അവളുടെ ബ്രദർ നല്ല ഉറക്കവും കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് ചെയ്യാൻ പോവുകയാണെന്ന് അവൾക്ക് മനസ്സിലാവും. കട്ട് ചെയ്താ ഇവിടെ ബൊറൂട്ടോ ആണെങ്കിൽ നിർത്താതെ അവന്റെ ഡോർ നോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ കവാക്കിയുടെ ക്ലൗൺ ആണെങ്കിൽ ഡോർ തുറക്കാനായിട്ട് തയ്യാറാവില്ല. അല്പസമയം കഴിയുമ്പോൾ നറൂട്ടോ അവിടേക്ക് എത്തും. ബൊറൂട്ടോ ആണെങ്കിൽ നറൂട്ടോട് പറയും, കൊവാക്കി അവൻ എന്തോ ഒന്ന് മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥ കൊവാക്കി അവൻ ഇവിടെ ഇല്ല. അവൻ തീർച്ചയായിട്ടും പുറത്ത് തന്നെ ആയിരിക്കും. എനിക്കത് സെൻസ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് 2 പേരും പുറത്തേക്ക് വരികയാണ്. നറൂട്ടോ ആണെങ്കിൽ ആ സെക്യൂരിറ്റിയോട് ചോദിക്കും, കവാക്കിയുടെ പവർ അത് നിനക്ക് സെൻസ് ചെയ്യാൻ കഴിഞ്ഞു എന്ന്. അതിന് സെക്യൂരിറ്റി പറയും, അല്പം മുൻപ് പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ അപ്പൊ തന്നെ അവൻ തിരികെ റൂമിന്റെ അകത്തേക്ക് പോയി. ബൊറൂട്ടോ ആണെങ്കിൽ അടിച്ചു പറയും, എനിക്ക് ഉറപ്പുണ്ട് അകത്തുള്ളത് അത് റിയൽ കൊവാക്കി അല്ല. അതിന് നറൂട്ടോ ആണെങ്കിൽ ആ ഡോർ തല്ലി തുറക്കുകയാണ്. ഒരു കൊവാക്കി കാണേണ്ട താമസം അവന്റെ ക്ലൗൺ അങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണ്. ചുന്ദരി പെണ്ണാണെങ്കിൽ ഇപ്പൊ കോഡിനോട് പറയും, കൊവാക്കി അവനാണെങ്കിൽ അവന്റെ ചക്ര നേച്ചർ ഹൈഡ് ചെയ്ത് ആ വില്ലേജ് വിട്ട് പുറത്തേക്ക് പോവാണ്.
ഓടിനാണെങ്കിൽ അത് കേൾക്കേണ്ട താമസം ഭയങ്കര സന്തോഷം. അവൻ വെസ്റ്റ് സൈഡിലേക്കാണ് വരുന്നത്. എന്റെ ക്ലോ മാർക്ക് അത് അവിടെ ഉണ്ട്. ചുന്ദരിപ്പെണ്ണാണെങ്കിൽ ഇപ്പൊ കോഡിന് അവന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. അതനുസരിച്ച് അവൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓടി ഇപ്പൊ കൊവാക്കിയുടെ തൊട്ട് പുറകിലേക്ക് വരും. കോഡാണെങ്കിൽ അങ്ങനെ അവന്റെ ക്ലോസ് എത്തി ഇപ്പോ കൊവാക്കിയുടെ പുറത്ത് തന്നെ അവന്റെ ക്ലൗ മാർക്ക് ഇടുകയാണ്. അതിനുശേഷം അവൻ കൊവാക്കിയുടെ പുറകിലൂടെ കൊവാക്കിയുടെ അടുത്തേക്ക് വരും. എന്തുപറ്റി കൊവാക്കി, നീ പേടിച്ചോടുകയാണോ? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിന്നെ ഞാൻ കൊല്ലില്ല എന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ നറൂട്ടോയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ചേർന്ന് ആ നിഞ്ചയെ വിളിപ്പിക്കുകയാണ്. നിഞ്ചയാണെങ്കിൽ തീർത്തു പറയും സത്യമായിട്ടും അവൻ പുറത്തേക്ക് പോയി അകത്തേക്ക് തന്നെ പോയതാണ്. അവന്റെ യാതൊരു പവറും എനിക്ക് പിന്നീട് പുറത്ത് സെൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണെന്ന് തീർത്തു പറയും. അതിന് നറൂട്ടോ പറയും തെറ്റുപറ്റിയത് എനിക്കാണ് കൊവാക്കി, അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി. അങ്ങനെയെങ്കിലും അവനെ തിരികെ പിടിച്ചേ പറ്റൂന്ന് പറഞ്ഞ് ആണെങ്കിൽ ആ കാര്യം ഷിക്കമരു അറിയിക്കും. ഇതെന്റെ തെറ്റാണ്, ഞാനാണ് ഇതിന് കാരണക്കാരൻ. ഷിക്കമരു ആണെങ്കിൽ അത് ഈനോയെ അറിയിക്കും. ഈനോയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അവനെങ്ങനെ അവന്റെ ചക്ര നേച്ചർ അത് മറച്ചു വെച്ചു. സത്യത്തിൽ എനിക്ക് പോലും അത് സെൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. നീ അവനെ കണ്ടെത്താൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് മറ്റാരുമല്ല സാക്ഷാൽ ബൊറൂട്ടോ എന്ന് പറയും. അതിന് ബൊറൂട്ടോ ആണെങ്കിൽ ട്യൂസ്ഡായി നറൂട്ടോയോട് പറയും അവനിപ്പോ ഒരുപാട് ദൂരത്തേക്ക് എത്തിക്കഴിഞ്ഞു, ഇനി ഞാൻ എങ്ങനെ അവനെ സെൻസ് ചെയ്ത് കണ്ടെത്തും? ഓക്കെ കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും അവന്റെ അടുത്ത് എത്തുമെന്ന് പറഞ്ഞ് ബൊറൂട്ടോ ആണെങ്കിൽ റെഡിയായി അങ്ങനെ പുറത്തേക്ക് ഓടുകയാണ്. തീർച്ചയായിട്ടും വെസ്റ്റ് സൈഡ് ലക്ഷ്യമാക്കിയിട്ടായിരിക്കും അവൻ പോയിട്ടുണ്ടാവുക. ആ കോഡിന്റെ കൺമുമ്പിൽ അവൻ പെടുന്നതിന് മുൻപ് എനിക്ക് അവനെ തിരികെ എത്തിക്കണമെന്ന് പറഞ്ഞ് ബൊറൂട്ടോ അങ്ങനെ മുൻപോട്ടേക്ക് കുതിക്കും. അതേസമയം ഡോക്ടർ ആമഡോ ആണെങ്കിൽ ഈ കാര്യം അറിഞ്ഞ് ഞെട്ടുകയാണ്. അവനാണെങ്കിൽ ഇപ്പൊ ഷിക്കമരുവിനോട് ചോദിക്കും, നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ട് ഇരിക്കും? ഓൾറെഡി ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് തന്നതല്ലേ? അതിന് ഷിക്കമരു പറയും ഇത് ഞങ്ങളുടെ മിസ്റ്റേക്ക് അല്ല. ഇപ്പൊ പരസ്പരം കുറ്റപ്പെടുത്താതെ എങ്ങനെയെങ്കിലും കണ്ടെത്താനുള്ള ഒരു സ്റ്റെപ്പ് അത് എടുത്തു വെക്കാനായിട്ട് പറയും. കട്ട് ചെയ്താ ഇവിടെ കൊവാക്കിയും കോഡും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. കോഡാണെങ്കിൽ കൊവാക്കി അങ്ങനെ അടിച്ച് തെറിപ്പിക്കുകയാണ്. അത് കണ്ട് ആ ചുന്ദരി പെണ്ണ് പറയും ഒരു കാരണവശാലും കൊവാക്കിയെ ഹേർട്ട് ചെയ്യാനായിട്ട് പാടില്ല, അവന്റെ ജീവനൊന്നും സംഭവിക്കരുത്. അതിന് കോഡ് പറയും കുഴപ്പമൊന്നുമില്ല, ഞാൻ അവനെ അറ്റാക്ക് ചെയ്യില്ല, അവനോട് സംസാരിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ കൊവാക്കിയോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. കൊവാക്കി ആണെങ്കിൽ അവനോട് പറയും നിന്റെ ലക്ഷ്യം ജീഗണെ അവനെ കൊന്നവനെ നശിപ്പിക്കുക എന്നതല്ലേ? ജീഗണയെയും ഒട്സുസുകയും ഇല്ലാതാക്കിയത് നറൂട്ടോയോ ബൊറൂട്ടോയോ ലീഫ് വില്ലേജിലുള്ള ആളുകളോ ഒന്നുമല്ല, ഞാനാണ്. നിനക്ക് വേണമെങ്കിൽ എന്നെ ഇല്ലാതാക്കാം, ഒരു കാരണവശാലും അവരുടെ ദേഹത്ത് തൊടാൻ പാടില്ല എന്ന് പറയും. നിനക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്നെ കൊന്നതിന് ശേഷം ലീഫ് വില്ലേജിനെ നീ വെറുതെ വിടണമെന്ന് പറയും. അത് കേട്ട് കലിയിളകിയ കോഡാണെങ്കിൽ അവന്റെ കാലുമടക്കി കൊവാക്കിയെ ആഞ്ഞു തൊഴിക്കും. അവനാണെങ്കിൽ താഴേക്ക് വീഴും. കോഡ് അവന്റെ കാലെടുത്ത് കൊവാക്കിയുടെ തലയിൽ ചവിട്ടിയെ മെതിക്കുകയാണ്. കൊവാക്കി ആണെങ്കിൽ അവന്റെ കാലിൽ വീണ് കെഞ്ചും ദയവ് ചെയ്ത് നറൂട്ടോയെയും ബൊറൂട്ടോയും നീ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല, അവർക്കിതിൽ യാതൊരു പങ്കുമില്ല, എനിക്ക് വേണ്ടിയാണ് അവരിതെല്ലാം ചെയ്തതെന്ന് പറയും. ഓടിനാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് കലിയിളകി അവനിപ്പോ കൊവാക്കിയുടെ മുട്ടി പിടിച്ച് മുകളിലേക്ക് വലിക്കുകയാണ്. ആ ലേഡി ആണെങ്കിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവനെ ഹേർട്ട് ചെയ്യാനായിട്ട് പാടില്ല എന്ന്, എനിക്ക് അവനെ നന്നായിട്ട് തന്നെ എന്റെ കയ്യിൽ കിട്ടണം. കോഡാണെങ്കിൽ ഇപ്പൊ കൊവാക്കിയെ കഴുത്തിന് പിടിച്ച് ഉയർത്തും. സത്യത്തിൽ നിന്നെ കൊന്നു തിന്നാനുള്ള വെറി അതെനിക്കുണ്ട്, പക്ഷേ ഞങ്ങൾക്കിടയിൽ ചെറിയൊരു ഡീല് നടന്നിരിക്കുകയാണ്. ഞാൻ ആ ചുന്ദരി പെണ്ണിന് ഗിഫ്റ്റായിട്ട് കൊടുക്കും, പകരം ആ ഡയമണ്ട് ട്രീക്ക് ബൊറൂട്ടോയെ സമ്മാനമായിട്ട് കൊടുത്ത് ആ ഒരു ഫ്രൂട്ട് ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവന്റെ ക്ലൗ മാർക്ക് അത് ക്രിയേറ്റ് ചെയ്ത് അവിടുന്ന് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. ആ അടുത്ത നിമിഷം നമ്മുടെ ബൊറൂട്ടോ അവൻ ചാടി വീണ് കോഡിനെയും കവാക്കിയെയും ചവിട്ടി തെറിപ്പിക്കും. ബൊറൂട്ടോ ആണെങ്കിൽ കവാക്കിയോട് ദേഷ്യപ്പെടും, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ആരോടും പറയാതെ ഇവിടേക്ക് വരും, എത്രയും വേഗം നീ തിരികെ പോണെന്ന് പറയും. അതിന് കവാക്കി അവൻ ബൊറൂട്ടോട് റിക്വസ്റ്റ് ചെയ്യും, ഇവർക്ക് ആവശ്യം എന്നെയാണ്, എന്നെ ലഭിച്ച തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെ സോൾവ് ആവും, നിങ്ങൾ ദയവ് ചെയ്ത് തിരികെ പോണം. നറൂട്ടോ നിന്റെ പവർ സെൻസ് ചെയ്ത് തീർച്ചയായിട്ടും ഹൊക്കാഗെ നറൂട്ടോ ഇവിടേക്ക് എത്തും, അങ്ങനെ സംഭവിച്ചാൽ അത് വലിയ അപകടമാവെന്ന് പറയും. ഇവിടെ ചുന്ദരി ലേഡി ആണെങ്കിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് ഇപ്പോ ആ കോഡിനോട് പറയും വില്ലേജിന്റെ ഉള്ളിൽ തന്നെയാണ് എല്ലാവരും കൊവാക്കിയെ പരിശോധിക്കുന്നത്, പക്ഷെ ബൊറൂട്ടോ ഇവിടേക്ക് എത്തിയത് കൊണ്ട് തന്നെ അവർ എത്രയും വേഗം ഇവിടേക്ക് എത്താനുള്ള ചാൻസ് കൂടുതലാണ്. കൊവാക്കി ആണെങ്കിൽ കോഡിനോട് വിളിച്ചു ചോദിക്കും, ആക്ച്വലി എന്റെ ലൈഫ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആരോ ഒരാൾ ഉണ്ടെന്ന് നീ പറഞ്ഞില്ലേ, എന്തായാലും ഞാൻ നിന്റെ കൂടെ വരാൻ തയ്യാറാണ്, എനിക്ക് അവരെ ഒന്ന് കണ്ട് സംസാരിക്കണം എന്ന് പറയും. അതിന് കോഡാണെങ്കിൽ ക്ലൗ മാർക്ക് അവന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. കൊവാക്കി ബൊറൂട്ടോയ്ക്ക് നേരെ ടേൺ ചെയ്യും, എനിക്കിപ്പോ ഇത് ചെയ്തേ പറ്റൂ, നിന്നെയും നറൂട്ടോയെയും എനിക്ക് സേവ് ചെയ്യണം. അതിന് ബൊറൂട്ടോ ആണെങ്കിൽ അടിച്ചു പറയും, ബിഗ് ബ്രദർ നീ നമ്മുടെ പപ്പയാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്റെ ബിഗ് ബ്രദർ ആയിട്ടുള്ള കൊവാക്കിയാണെന്ന് പറഞ്ഞ് അവന്റെ കർമ്മ പവർ അതങ്ങനെ അവേക്കൻ ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.